അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ കസാക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 10-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 12 മണി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടേക്ക് നമ്മൾ നാട്ടിൽ നിന്ന് അൽമാട്ടിയിൽ വന്നു ഹോട്ടൽ ചെക്കിനൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഈ ഒരു ഹോട്ടലിനടുത്ത് തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് സീയിങ് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ്. നമുക്ക് നടന്നു പോയി കാണാവുന്ന കുറേയധികം സ്ഥലങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു എപ്പിസോഡിൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും അൽമാട്ടി ട്രാവൽ സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതേ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇത് 24/7 ഓപ്പണായി കിടക്കുന്ന ഒരു ഈ സാധനം കണ്ട അടിപൊളി. ഇത് ആക്ച്വലി നമുക്ക് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് എടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഇതാണ്. ഇതിൻ്റെ പേര് വായിക്കാൻ പറ്റത്തില്ല, ഇവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് 24/7 ഓപ്പണാണ്. ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും കയറി വാങ്ങിച്ച് കഴിക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും അകത്ത് കയറിയിട്ട് ചെറിയ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. കോഫിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നോക്കട്ടെ. ഈ സൂപ്പർ മാർക്കറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട്. ബേക്ക്ഡ് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും, ഫ്രഷ് കുക്ക്ഡ് ഫുഡ് കിട്ടും, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടെ കിട്ടുന്നൊരു സ്ഥലമാണ്. അതേ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഇതിനൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം വില കുറവുള്ള സാധനങ്ങളൊക്കെയാണ്. അതേ ചിക്കനും സാധനങ്ങളൊക്കെ കിട്ടും, മേടിച്ചുകൊണ്ട് പോയിട്ട് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. സാലഡ്, അത് ഇത്, ബർഗർ, ചീസ്, എല്ലാ ഐറ്റംസും കിട്ടും. എന്ത് വേണോ മേടിക്കാൻ. ബിരിയാണി കിട്ടും, റൈസ് കിട്ടും. വാവ്, ഉള്ളല്ലോ. നമ്മുടെ ഫുഡും പരിപാടിയൊക്കെ നമുക്ക് ഇവിടുന്ന് നടന്നു പോകും കേട്ടോ. കണ്ടില്ലേ, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിന് വലിയ പ്രൈസും കാര്യങ്ങളും ഒന്നും ഇല്ലാതാനും. സെറ്റ്. അപ്പോൾ ആ കണ്ട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാനൊരു കോഫിയും പിന്നെ ഓംലെറ്റും ബോയിൽഡ് എഗിൻ്റെയും കൂടെ ഒരു സാധനം കൂടെയൊക്കെ കഴിച്ചു. വലിയ റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പം പോകാൻ പോകുന്നത് അൽമാട്ടിയിലെ മെയിൻ എന്താ പറയുക റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ആക്ച്വലി കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആക്ച്വലി ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോവുക, റെയിൽവേ സ്റ്റേഷൻ്റെ സംഭവങ്ങൾ കാണുക. ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് മറ്റേ ബസ് കാർഡ് മേടിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്നൊരു ബസ് കാർഡും കൂടെ മേടിക്കണം. എന്നിട്ട് അതുവഴി നമുക്ക് വേറെ 1-2 സ്ഥലങ്ങളൂടെ കവർ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേ കണ്ടില്ലേ, അപ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു സ്ട്രീറ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഫുഡ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. എന്താ പരിപാടി എന്ന് അറിയാൻ വയ്യ, നോക്കട്ടെ. ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന സൈഡിൽ കുറേ ചെറിയ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ആക്ച്വലി. ഉസ്ബെക്കിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ് ആണ് ഈ ഒരു ഏരിയയിലെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ. കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ബബിൾ ടീയുടെ കുറേ ഷോപ്പ്. ഓ അടിപൊളി ബബിൾ ടീ. ഓ ക്രീമിയും ബബിൾ ടീയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ്. ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ്, നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. ഇവിടെ ആക്ച്വലി വെജ് ഫുഡ് കിട്ടാനായിട്ട് ഇച്ചിരി പാടാണ് കേട്ടോ. നോൺ വെജ് ഫുഡ് നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. വെജ് ഫുഡ് കണ്ടുപിടിക്കാനേ ഉള്ളൂ കുറച്ച് പാടൊക്കെ. ഇലക്ട്രിക് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ പോകുന്നുണ്ടല്ലേ ഇലക്ട്രിക് ബസ്സുകൾ കണ്ട. അപ്പോൾ അടിപൊളി നല്ല വൈബുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫാർ വെതറാണ്. കുറച്ചുകൂടെയൊക്കെ നല്ല ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ് അതേ കണക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇതേ കണ്ടില്ലേ, ഇതേ എന്നെ പോലെ വേറൊരു വ്ളോഗർ പുള്ളിയും അവിടെ നിന്ന് വന്നിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കൊറിയൻ റെസ്റ്റോറൻറ്റ്. ഓ മൈ ഗാഡ്. അപ്പോൾ ഇത് അറാബാദ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് കണക്കൊരു ഏരിയയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ നല്ല ലൈവ് ആവുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ ഉള്ളൂ നടക്കാനായിട്ടുള്ളത്. അവിടെ വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അൽമാട്ടി റെയിൽവേ സ്റ്റേഷൻ കണ്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള നോവാട്ടിലും ഇബിസ് ഹോട്ടലും ഒക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. ഐബിസ് സംതിങ്. കണ്ടില്ലേ. അപ്പോൾ നടന്ന് നമ്മൾ നല്ലൊരു സ്ട്രീറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു അബിയാലി ഖാൻസ് പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു ഷോപ്പിംഗ് മോളോ അങ്ങനെ എന്തോ സംഭവമാണ്. പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ആ ഒരു വണ്ടികളും റോഡൊക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ല. നല്ല ആ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പഴയ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേ പോകണമല്ല ആ ഒരു ബസ് പഴയ ടൈപ്പ് ബസ്. അപ്പോൾ അങ്ങനെ അൽമാട്ടി സ്ട്രീറ്റിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. അടിപൊളി വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. കിട്ടില്ല, നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത കുറേയധികം കിയയുടെയൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കണ്ടില്ലേ ചെറിയ എന്തോ ഒരു ഇതെന്താണോ എന്തോ
ആക്ച്വലി ഗൂഗിളിൽ നോക്കിയിട്ട് ഇതിനകത്ത് ഇതിൻ്റെ ഇംഗ്ലീഷും സംഭവങ്ങളൊന്നും വരുന്നത്. ഇംഗ്ലീഷ് എഴുതി വയ്ക്കാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്തോ ഒരു ചെറിയ ഓഡിറ്റോറിയം കണക്ക് ഉള്ള സംഭവമാണ്. എനിക്ക് തോന്നുന്നു പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു സംഭവമാണ്. ദേ ഇവിടെ നമ്മൾ വന്ന വഴികളൊക്കെ നോക്കി ആ ചെടികളെയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം വിൻ്ററൊക്കെ കഴിഞ്ഞിട്ട് ചെടികളൊക്കെ അങ്ങോട്ട് ഇലകളൊക്കെ അങ്ങോട്ട് ഇട്ട് വരുന്ന സമയമാണ്. അപ്പം ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു ചുമന്ന കളറിലാണ് കാണാൻ പറ്റുന്നത്. നല്ല രസമാണ് അത് ആക്ച്വലി. ഫോട്ടോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ചെടികളൊക്കെ കുറേ നാളെ കഴിയുമ്പോഴത്തേക്ക് സ്പ്രിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അതുപോലെ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഈ ചെടികൾ കണ്ട, ഇത് മറ്റേ ടുലിപ്പ് അല്ലേ, ടുലിപ്പ് എന്ന് പറയുന്ന ആ ചെടിയാണ് കണ്ട, ടുലിപ്പ്. ഈ ഒരു ഇതിൻ്റെ കോമ്പൗണ്ട് ഫുൾ അതുണ്ട് കേട്ടോ. അവിടെ ഒരു മഞ്ഞയും പിന്നെ ഇവിടെ വേറെ ഏതോ കളറിലൊക്കെ ഉണ്ട്. പക്ഷേ കിളിച്ച് വരാനുണ്ട് സോറി മീൻസ് പൂ വരാനുണ്ട്. കൊള്ളാം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ദേ നമ്മുടെ സ്ഥലം. ഞാനങ്ങനെ പേരറിയാത്ത ഏതോ ഒരു വലിയ മണിമാളികയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് ഗൂഗിളിൽ നോക്കിയിട്ടും ഇവരുടെ ലാംഗ്വേജിൽ മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ സംഭവം അറിയാൻ വയ്യ. എന്തോ ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ ടുലിപ്പ് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഞ്ഞയും വൈറ്റും പിന്നെ അവിടെ 1-2 ചുമപ്പ് പിങ്ക് ടൈപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് വെച്ച് ഫോട്ടോ എടുത്തിട്ട് നല്ല രസമുണ്ട്, കൊള്ളാം. ഇതേ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് ആക്ച്വലി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഈ ഒരു വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും കേട്ടോ. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. ഫുൾ നോൺ വെജ് ഫുഡാണ് കേട്ടോ. ഇതേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ്. ഈ ഒരു ലൈറ്റൊക്കെ വൈകുന്നേരങ്ങളിൽ വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ആംബിയൻസ് നോക്കെ ഊഞ്ഞാലിനകത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാം, കൊള്ളാം. അപ്പോൾ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ദേ അൽമാട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അൽമാട്ടി 2 ആണ് കേട്ടോ. ആക്ച്വലി ഇവിടെ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് എയർപോർട്ടിനടുത്ത് വട്ടം. ഇത് അൽമാട്ടി 2 ആണ്. അതിനടുത്ത് തന്നെയായിട്ട് നിങ്ങൾക്ക് ദേ ഓനെ കാർഡ്, അതായത് നമ്മൾ ബസ് കാർഡും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ദേ ആ ഓനെ എന്ന് പറഞ്ഞിരിക്കുന്ന ഓഫീസ് കണ്ടില്ലേ, അവിടെ വന്നിട്ട് മേടിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ ഇവിടെയാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയതിൽ കണ്ടത്. അപ്പോൾ ദേ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് കാണുന്നു ആൻഡ് തിരിച്ചു വരുന്നു. അപ്പോൾ ഇതേ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ ബിൽഡിങ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെയും നമ്മുടെ ഒരു എയർപോർട്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. വെൽക്കം ടു ഇതെന്ന് പറഞ്ഞിട്ട് ദേ കണ്ടില്ലേ. അപ്പോൾ അൽമാട്ടി റെയിൽവേ സ്റ്റേഷനാണ് ദേ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറട്ടെ. അപ്പോൾ ദേ അൽമാട്ടി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ദേ ആപ്പിളും സംഭവങ്ങളൊക്കെ വെക്കുന്ന ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ട്രെയിനൊക്കെ കിടക്കുന്നുണ്ട്, അടിപൊളി. ഇവിടെ നോക്കിക്കേ നല്ല. അതുപോലെ ഈ അൽമാട്ടി ആക്ച്വലി കസാക്കിസ്ഥാൻ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ ദേശം കൂടി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ആപ്പിളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ആക്ച്വലി കൾട്ടിവേറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അൽമാട്ടി 2 റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. ദേ ഇവിടെ ഫ്രഷ് ആപ്പിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇത്രയൊക്കെയാണ് അൽമാട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി പല സ്ഥലങ്ങളിലോട്ട് ട്രെയിൻ ഉണ്ട് കേട്ടോ. ഒബിയസ്ലി കസാക്കിസ്ഥാനിൽ വന്നിട്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് കസാക്കിസ്ഥാനിലോട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ എയർപോർട്ടിനടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് എന്താ പറയുക അറൈവലും ഡിപ്പാർച്ചറും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻ്റർ കൺട്രി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അൽമാട്ടി 2. ഇതിൻ്റെ അകത്തെ കാഴ്ചയൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ പണിയും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ. കണ്ടില്ലേ. റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ ഇതേ എന്തോ ഒരു ചേട്ടൻ കുതിരപ്പുറത്തേക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതേ ഈ ഒരു ബിൽഡിങ്ങിൽ വന്നിട്ട് ഇവിടെ നിന്നും ഓനയുടെ ട്രാവൽ കാർഡ് മേടിക്കാനുള്ള പരിപാടിയാണ്. നമുക്ക് മെട്രോയിലും അതുപോലെ തന്നെ ട്രെയിനിലും ബസ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നതിന് ആ ഒരു ഓനെ കാർഡാണ് കുറച്ചുകൂടെ കൺവീനിയൻറ്റും ചീപ്പും. അപ്പോൾ അത് ഇവിടെ നിന്ന് മേടിക്കുകയാണ് ഇനി ലക്ഷ്യം. എന്നിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എത്ര ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതേ ഓനെ കാർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡിന് ആക്ച്വലി 800 ടെങ്കയാണ് വരുന്നത്. 800 ടെങ്കയ്ക്കകത്ത് ഇതിനകത്ത് ബാലൻസ് 150 വരും. ബാക്കി 450 സംതിങ്ങോ എങ്ങാണ്ടൊക്കെ എന്താ പറയുക അവർ 500 സംതിങ് എങ്ങാണ്ടൊക്കെ അതിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് അവർ മേടിക്കും കേട്ടോ. അപ്പോൾ ഈ കാർഡ് ഇതിൻ്റെ ബാക്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ കാണും. ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ കിയോസ്കുകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതാണ് ഈ ഒരു ഓനെ കാർഡ്. ഓക്കെ. ഇവിടെ ട്രാവൽ പർപ്പസിന് നമുക്ക് മെട്രോയ്ക്കകത്തും അതുപോലെ തന്നെ ബസ്സിനകത്തും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചാൽ മതി. ഇതിന് 150 ടെങ്കയോ 80 ടെങ്കയോ എങ്ങാണ്ട് ഒരു ട്രിപ്പിന് കട്ടാവത്തുള്ളൂ. നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സുകളിലും മെട്രോയിലും ഒക്കെ 200 ടെങ്കയെ കൊടുക്കണം. അൺലിമിറ്റഡ് ട്രാവലാണ് ആക്ച്വലി. ഉസ്ബെക്കിസ്ഥാനിലെ കണക്ക് തന്നെ
എന്താ പറയുക, ഇവിടെ അൺലിമിറ്റഡ് ട്രാവലാണ്. നമുക്ക് ബസ്സിൽ കയറി ഈ ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരം വേണേലും പോവാം. മെട്രോയിൽ കയറിയാൽ എത്ര ദൂരം വേണേലും പോകാം. അൺലെസ് അണ്ടിൽ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയോ മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങുകയോ ചെയ്യാത്തടത്തോളം സമയം ഈ ഒരു സിംഗിൾ എൻട്രി വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും പോകാനായിട്ട് പറ്റും. അത് ഉസ്ബെക്കിസ്ഥാനിലെ കണക്ക് തന്നെയാണ് ഈ ഒരു കസാക്കിസ്ഥാനിലും ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ബസ് കാർഡ് മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി കാർഡിന് 800 രൂപയും ഞാൻ പിന്നെ ഒരു 2000 ടെങ്കയ്ക്ക് കൂടെ ചാർജ് കൂടെ ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ നാട്ടിൽ ഒരു 500 രൂപ സംതിങ് വരും. 500 റുപ്പീസാണ് ഈ ഒരു കാർഡും. ഇതിനകത്ത് കറൻ്റ് ഇപ്പോൾ 2150 200 അങ്ങോട്ടൊക്കെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോട്ടെ. അപ്പോൾ എന്താ ഇവിടെ ഒരു മണി എക്സ്ചേഞ്ച് സെൻ്റർ ഉണ്ട്, പ്രോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 515 518 ഇതൊക്കെ തന്നെയാണ് നമുക്ക് എയർപോർട്ടിലും കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്, നമുക്ക് ഈ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ ഏരിയയിലൊക്കെ നമുക്ക് ഇവിടെ വന്ന് ടൗണിൽ വന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് വലിയ മെച്ചോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല. സോ നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ മാറിയിട്ട് വരാവുന്നതേ ഉള്ളൂ കേട്ടോ. സ്ട്രീറ്റുകളൊക്കെ ഇവിടുത്തെ വണ്ടികളുമൊക്കെ വേറെ ലെവലാണ്. പഴയ ആ ഒരു റഷ്യൻ ടൈമിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലാതെ പക്ഷേ മൊത്തത്തിൽ ഭയങ്കര വൈബാണ്. ഉസ്ബെക്കിസ്ഥാനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് കസാക്കിസ്ഥാനാണ് കേട്ടോ. ഈ ഒരു സാധനമാണ് അടിപൊളി. പക്ഷേ ഇത് നമുക്ക് അതിലെ നോർമലായിട്ട് പറ്റത്തില്ല. നമുക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചിട്ട് പേയ്മെൻറ്റ് ഹോൾഡ് ചെയ്ത് പിന്നെ നമ്മളത് ഡ്രൈവ് ചെയ്ത് എവിടെ വരെ ഡ്രൈവ് ചെയ്തു അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് പിന്നെ ബാക്കി തിരിച്ച് അക്കൗണ്ടിലോട്ട് ഇട്ട് വന്ന് കുറച്ച് വള്ളിക്കെട്ട് പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇല്ല. ബട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ടാണ് ആ ഒരു വണ്ടി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ, പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇതിനൊക്കെയുള്ള വണ്ടികൾ കാണാൻ പറ്റും. ഭയങ്കര യൂസ്ഫുള്ളാണ്. കുറച്ച് ഡിസ്റ്റൻസൊക്കെ ഞങ്ങൾക്ക് പറപ്പിച്ച് വിട്ട് ഈ സാധനം കൊണ്ട് പോകാൻ പറ്റും കേട്ടോ. എന്തായാലും ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മളൊരു മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ. എല്ലാം അണ്ടർഗ്രൗണ്ട് മെട്രോകളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ഈ M എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് മെട്രോ സ്റ്റേഷൻ. റൈംബക് ബൈത്തർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനാണ് ഈ സാധനം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കുറച്ചുകൂടെ നടന്നിട്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. ഇവിടുത്തെ ലോക്കൽ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി യൂഷ്വലി ഇവിടെ തന്നെ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക, ഒരു ജംഗ്ഷനിലായിരിക്കും മെട്രോ സ്റ്റേഷനിലൊക്കെ വരുന്നത്. 4 എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഒരെണ്ണം പേര് നമ്മളിപ്പോൾ കണ്ടത് ഇവിടെ ഒരെണ്ണം. അപ്പോൾ നമുക്ക് കുറച്ച് നേരെ നടന്നങ്ങോട്ട് പോയിട്ട് വേണം അടുത്ത സ്ഥലത്തിലോട്ട് എത്താൻ. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന സെൻട്രൽ മോസ്ക്. ഇത് ആക്ച്വലി എന്താ പറയുക, അൽമാട്ടിയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മോസ്കാണ്. 1890 നിർമ്മിച്ച് 1987 ഒരു ഫയറൊക്കെ വന്നിട്ട് നശിച്ചു പോയി. പിന്നീട് പുനരുദ്ധാരണമൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു മോസ്കാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ സ്വർണം കൊണ്ടുള്ള ഒരു താഴികക്കുടങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഈ മരം ഉള്ളത് കൊണ്ടാണ്. മരം മാറിയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സെൻട്രൽ മോസ്ക് എന്ന് പറയുന്ന സംഭവം. അടിപൊളി ഒരു മോസ്കാണ് കേട്ടോ. കിട്ടില്ല മോസ്ക് എന്ന് പറഞ്ഞാലും പോരാ, വലിയൊരു മോസ്ക്. നോക്കിയേ. അപ്പോൾ ആ മോസ്കിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സെൻട്രൽ മോസ്ക്. അപ്പോൾ അതേ സെൻട്രൽ മോസ്കിൻ്റെ അകത്ത് നിന്നുള്ളൊരു ദൃശ്യമാണ് കേട്ടോ. അതേ കണ്ടില്ലേ, അടിപൊളി ഒരു മോസ്ക്. കിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു സെൻട്രൽ മോസ്കിൻ്റെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ടോപ്പിലുള്ള ആ ഒരു ഗോൾഡ് മകുടം കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. വെയിലൊക്കെ അടിച്ചിട്ട് നല്ല തിളങ്ങുന്നുണ്ടാകും. നല്ല രസമുണ്ട്. ആ ഡോമും സംഭവങ്ങളൊക്കെ കാണാനായിട്ട് നല്ലൊരു മോസ്ക്. അപ്പോൾ അതേ ഫൈനലി നമ്മൾ KFC ഒക്കെ കണ്ടു കേട്ടോ. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോഴും KFC കണ്ടിട്ടുണ്ടായിരുന്നു. കസാക്കിസ്ഥാനിലും KFC ഉണ്ട്. അപ്പോൾ നമ്മൾ സെൻട്രൽ മോസ്ക് കണ്ടിട്ട് ഇനിയിപ്പം പോകാൻ പോകുന്നതെന്ന് പറയുന്നത് കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും എല്ലാ ആൾക്കാരും പോകുന്ന അസെൻഷൻ കത്തീഡ്രൽ എന്ന് പറയുന്ന ഒരു അടിപൊളി ചർച്ചിലേക്കാണ് കേട്ടോ. അത് ആക്ച്വലി പാൻഫിലോ പാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലുള്ള സംഭവമാണ്. അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. മീൻവെയിൽ KFC. KFCയുടെ ബിൽഡിംഗ് ആണ്, വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ KFC കണ്ട് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് നടന്നു വന്നത്. ആക്ച്വലി നമ്മൾ അപ്പുറത്തെ റോഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി അവിടെ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷനും കണ്ടിട്ട് ഇവിടെ ചർച്ചും കണ്ടിട്ടാണ് ഇങ്ങനെ നടന്നു വന്നത്. ഇവിടെ KFC കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ കാണാം. അവിടെയാണ് ചർച്ച് കിടക്കുന്നത്. അപ്പോൾ KFC.
അങ്ങനെ നമ്മൾ അൽമാട്ടിയിലെ ചരിത്രപ്രസിദ്ധമായ അസെൻഷ്യൽ കത്തീഡ്രലിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ലാൻഡ്മാർക്കാണ് കേട്ടോ. സിറ്റി സെൻറ്ററിന് അടുത്ത് തന്നെയായിട്ടുള്ള ഒരു അടിപൊളി ചർച്ചാണ് കിട്ടിലൻ ചർച്ച്. അതിന് ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഒരുപാട് ഇന്ത്യക്കാരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മസ്റ്റായിട്ട് എല്ലാ ആൾക്കാരും വരുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു അസെൻഷ്യൽ കത്തീഡ്രൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി പാൻഫിലോ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കുണ്ട്. ഇതൊരു വലിയൊരു പാർക്ക് ഏരിയ ആണ്. അപ്പോൾ ആ ഒരു പാർക്കിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു അസെൻഷ്യൽ കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. 1907 ഈ ഒരു കത്തീഡ്രൽ ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടത്. ഇത് ഫുള്ള് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കംപ്ലീറ്റ് തടിയാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആണി ഉപയോഗിച്ചിട്ടില്ല. ആണി ഉപയോഗിക്കാതെയാണ് തടികൾ ജോയിൻ്റ് ആക്കി വെച്ചിട്ട് ഈ ഒരു പള്ളി നിർമ്മിച്ചത്. ഏകദേശം 56 മീറ്റർ ഉയരമുള്ള ഒരു പള്ളിയാണ് കേട്ടോ. അതായത് അതുപോലെ തന്നെ ലോകത്തിലെ വുഡൻ ചർച്ചുകളിൽ സെക്കൻഡ് ടാളസ്റ്റ് വണ്ണാണ്. അങ്ങനെയുള്ള ചർച്ചുകളിൽ 2ാം സ്ഥാനത്താണ് ആക്ച്വലി ഈ ഒരു അസെൻഷ്യൽ കത്തീഡ്രൽ വരുന്നത്. അടിപൊളി ഒരു കത്തീഡ്രൽ. അതിൻ്റെ ചുറ്റുതേന്നൊക്കെ ഇഷ്ടംപോലെ പ്രാവുകളൊക്കെ ഉണ്ട്. പ്രാവുകൾക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നു. കുറേ ഇന്ത്യക്കാരെയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇവിടെ ഫോട്ടോ എടുത്ത് തരാനായിട്ടൊക്കെ ആൾക്കാരുണ്ടാവും. ഇവർ തന്നെ വന്നിട്ട് നമ്മുടെ ക്യാൻഡിഡ് ഫോട്ടോ എടുത്തിട്ട് നമ്മളെ കാണിച്ച് പൈസ മേടിച്ചിട്ട് എടുക്കുന്നൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഈ അസെൻഷ്യൽ കത്തീഡ്രലിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുള്ളൊരു പള്ളിയാണ്. നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ. അവിടെ കുറച്ച് മലയാളികളൊക്കെ ഞാൻ കണ്ടു. ആ വരുന്ന ആൾക്കാരൊക്കെ മലയാളി ഗ്രൂപ്പാണ്. അപ്പോൾ മലയാളികളെയും നമ്മൾ കസാക്കിസ്ഥാനിൽ വന്നപ്പം കണ്ടു അസെൻഷ്യൽ കത്തീഡ്രൽ. അപ്പോൾ ഇത് നോക്കുമ്പോൾ ദൂരെ നിന്ന് അടുത്തോട്ട് നോക്കുന്നുണ്ട്. ആ തടിയുടെ ആ ഒരു ഫിനിഷിങ് നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും ഇത് തടിയല്ല എന്ന്. പക്ഷേ തടിയാണ്. എന്താ പറയുക, ആണികളൊന്നും ഇല്ലാണ്ട് ആ ഒരു സമയത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നോക്കിക്കേ, പൊളി. അപ്പോൾ എന്ത് കണ്ടില്ലേ, അസെൻഷ്യൽ കത്തീഡ്രലിന് പുറത്തുള്ളൊരു സംഭവമാണ് ആ ഒരു പാൻഫിലോ പാർക്കും അതിൻ്റെ ഏരിയയും. ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി ഒരു ചർച്ചും അതിന് ചുറ്റുപാടുള്ളൊരു ഏരിയയൊക്കെയാണ്. ആൻഡ് ചർച്ച് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ചർച്ചിനകത്തോട്ട് കയറാം. അകത്ത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. പള്ളിയുടെ അകത്ത് നിന്നുള്ള കാഴ്ച ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ട് നല്ലൊരു ഗോൾഡൻ ഫിനിഷ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പള്ളി. അതിനകത്തുള്ള സംഭവം നോക്കിക്കേ, എൻ്റെ മോനെ, അടിപൊളി കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ വലിയൊരു ലൈറ്റും കാര്യങ്ങളും. ബാക്കിൽ ഫുള്ള് ആ ഒരു യേശു ക്രിസ്തുവും ക്രൈസ്തവതയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫോട്ടോകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നൈസ്. ഇതെല്ലാം ഫുള്ളൊരു ഗോൾഡൻ ഫിനിഷിലാണ് കേട്ടോ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറുന്നതിനോ വേറെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഫോട്ടോ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ ഒരു സംഭവം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിലാണെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. നമുക്ക് അകത്ത് വരാം, ഫോട്ടോസ് എടുക്കാം, അല്ലേ? നല്ല രസമുണ്ട് കേട്ടോ. മസ്റ്റായിട്ട് വന്ന് കണ്ടിരിക്കേണ്ടതാണ്. പുറത്ത് നിന്ന് കാണുന്നതിനെക്കാട്ടി അടിപൊളിയാണ് അകത്ത് വന്നിട്ട്. നല്ലൊരു വൈബ് കിട്ടും നമുക്ക്. ആ ഒരു എന്താ പറയുക, ബ്ലിസ്ഫുൾ ഫീലിങ്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ടില്ലേ, നല്ല രസമുണ്ട്. മുകളിലത്തെ ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ നമുക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വയ്ക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഇതിനകത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള അൽമാട്ടിയിലെ അസെൻഷ്യൽ കത്തീഡ്രൽ. അപ്പോൾ അസെൻഷ്യൽ കത്തീഡ്രലിൽ നിന്ന് നമ്മൾ ഞാൻ റൂമിൽ വന്നാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആക്ച്വലി നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ നമുക്കൊരു ഡേ ടൂർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ലക്ഷ്യം. അപ്പോൾ അതെന്തായാലും ഞാൻ പറയാം. അപ്പോൾ ആ ഒരു ഓഫീസിലോട്ട് നമ്മൾ ഇവിടുന്ന് മെട്രോ കയറിയിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മെട്രോയിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ താമസിക്കുന്ന റൂമിനടുത്തുള്ള മെട്രോയാണ് ഈ പറയുന്നത് ഷിബക് ഷോലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെട്രോ. ഈ ഒരു മെട്രോയിൽ കയറിയിട്ടാണ് നമുക്ക് ആ ഒരു ബുക്കിംഗ് ഓഫീസിലേക്ക് പോകേണ്ടത്. ഇത് ആക്ച്വലി ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് കേട്ടോ. വൈകുന്നേരങ്ങളൊക്കെ അത്യാവശ്യം ആക്റ്റീവ് ആകുന്ന ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ മെട്രോയ്ക്ക് അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷൻ കണ്ടില്ലേ. അപ്പോൾ ഇതുവഴിയല്ല, നമ്മൾ അതുവഴി വേണം വരാനായിട്ട്. അപ്പോൾ ഓക്കെ, അതുവഴി വരാം. അപ്പോൾ ഇവിടെ നമ്മളിതിങ്ങനെ സ്കാൻ ചെയ്തിട്ട് വേണം കയറാനായിട്ടുള്ളത്. നമുക്കിത് ഇവിടെ
ഓനെ കാർഡ് സ്കാൻ ചെയ്യാനുള്ള സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറണം കേട്ടോ. ഇതേ മെട്രോയിലോട്ട് പോകുന്ന വഴി കണ്ട. എൻ്റെ മോനെ, ഇതൊരു 3-4 അടി ഇത് താഴോട്ടാണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത കേട്ടോ. മെട്രോയിലെ അഴി താഴോട്ട് ഇറങ്ങി പോട്ടെ. നമ്മൾ മുമ്പോട്ട് വീഴുമെന്നൊരു ഇത് വരും കേട്ടോ നമുക്ക് ഭയങ്കരമായിട്ട്. ഓൾമോസ്റ്റ് ഒരു 3 നില കെട്ടിടത്തിൻ്റെ താഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അത്രയും താഴത്താണ് ഇവിടെ മെട്രോ കെട്ടി വെച്ചിരിക്കുന്നത്. മെട്രോയ്ക്ക് ആക്ച്വലി റേറ്റ് 120 ടെങ്കയാണ്. ആ 120 ടെങ്ക കൊടുത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് മെട്രോയിൽ കയറിയിട്ട് എവിടെ വേണമെങ്കിലും ഇറങ്ങാം. ഡിസ്റ്റൻസ് ഇവിടെ ഒരു വിഷയമല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളിടത്തുനിന്ന് കയറി താല്പര്യമുള്ളിടത്ത് ഇറങ്ങാം. അതിനിടയ്ക്ക് നിങ്ങൾ എത്ര സ്റ്റേഷൻ കൊണ്ടോ എത്ര സ്റ്റേഷൻ ഇല്ലേ, ഒരു സ്റ്റേഷനായാലും 9 സ്റ്റേഷനായാലും നിങ്ങൾക്ക് 120 ടെങ്ക മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം കസാക്കിസ്ഥാനിലെ അൽമാട്ടിയിലെ മെട്രോ സ്റ്റേഷനാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പറയാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ട്രെയിൻ്റെ അടുത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ മെട്രോ നോക്കിക്കാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് മെട്രോ കിടക്കുന്ന കിടപ്പ് വേണ്ട. ഓ, പൊളി എന്ന് പറഞ്ഞാലും പോലെ പൊളി. മറ്റേ ട്രെയിൻ കയറാൻ നിൽക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പർ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മളിത് മെട്രോയിൽ കയറിയിട്ട് ബൈക്കനൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ബ്ലൂ തീമാണ്. പക്ഷെ മെട്രോ സ്റ്റേഷനിൽ കുറച്ചുകൂടി ഭയങ്കര ഭംഗി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ കേട്ടോ. ഇത് അത്ര ഒരു രസമൊന്നുമില്ല. ഓക്കെ അത്രേ ഉള്ളൂ പറയാനായിട്ട്. എസ്കലേറ്റർ എന്നൊക്കെ പറഞ്ഞാൽ 1 എസ്കലേറ്റർ ഇതാണ്. ഓക്കെ മോനെ, കയറി പോണ പോക്ക് കണ്ട. അപ്പോൾ മെട്രോ ഇറങ്ങിയിട്ട് ഞാൻ ടൂർ ബുക്ക് ചെയ്യുന്ന ആ ഒരു ഓഫീസിലോട്ട് പോകുക കേട്ടോ. അത് ഇവിടെ നിന്ന് 5 മിനിറ്റ് ഉണ്ട്. നേരെ പോവുക, ടൂർ ബുക്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ അൽമാട്ടിയിലെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇതാണ് അൽമാട്ടി മെട്രോയുടെ ഒരു സംഭവം. ആക്ച്വലി 11 സ്റ്റേഷനുകളാണുള്ളത്. അതിലിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ബെയർഫോൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ റൂമുള്ളത് ഈ ഷിബക്ഷോളി എന്ന് പറഞ്ഞൊരു ഇവിടെയാണല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടൂർ ബുക്ക് ചെയ്തത്. ഇനി നമ്മൾ തിരിച്ച് ഇവിടെ പോകുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇവിടെ പോകും കേട്ടോ. എന്നിട്ട് ബാക്കി കുറേ സ്റ്റേഷനുകളുണ്ട്. ഈ ഒരു സ്റ്റേഷൻ്റെ ഇത് കണ്ടില്ലേ, ബ്ലൂ തീമാണ്, നീല നിറത്തിലുള്ള ഒരു തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഈ ഒരു കസാക്കിസ്ഥാൻ ഈ ഒരു അൽമാട്ടി മെട്രോയിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ എസ്കലേറ്റർ തന്നെയാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഇവിടെ സംഭവം. സൂപ്പർ ഒരു എസ്കലേറ്റർ പണിഞ്ഞിട്ടേക്കൊന്ന് നോക്കിക്കോളെ എൻ്റെ മോനെ. ഒടുക്കത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാലും പോരാ, നോക്കിക്കേ എൻ്റെ അമ്മോ. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാലും പോരാ. വിഷയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മോനെ എസ്കലേറ്റർ കണ്ടാ
പക്ഷേ താഴോട്ട് നോക്കാൻ തന്നെ പേടിയാവുന്നുണ്ടോ. അമ്മാതിരി എസ്കലേറ്റർ. 2 മിനിറ്റ് കൂടുതലായിട്ട് ഞാൻ ഈ എസ്കലേറ്റർ നിൽക്കുകയാണ്. ഇതുവരെ മുകളിലെത്തിയിട്ടില്ല. താഴോട്ട് നോക്കിക്കേ, തല കറങ്ങൂട്ടോ സംഭവം. ഭയങ്കര താഴെയാണ് ഈ സാധനം കിടക്കുന്നത്. എന്ത് എസ്കലേറ്റർ ആണോ എന്തോ. അപ്പോൾ ടൂറ് ബുക്ക് ചെയ്തിട്ട് മെട്രോയിൽ കയറിയിട്ട് ഞാൻ ഇപ്പോൾ അപ്പേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇവിടെ നിന്ന് നമ്മളിപ്പം പോകാൻ പോകുന്നത് അൽമാട്ടിയിൽ ഏറ്റവും അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. അൽമാട്ടിയുടെ ഒരു ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. കോക്ക് ടൊബെ എന്നാണ് ആ ഒരു ഹിൽ സ്റ്റേഷൻ്റെ പേര്. അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ ആണ്. അതുപോലെ തന്നെ അൽമാട്ടി TV ടവർ, പിന്നെ ഒരു അപ്സൈഡ് ഡൗൺ ഉള്ള വീഡിയോ, അങ്ങനെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റിക്രിയേഷണൽ ഏരിയ ആണ്. സൺസെറ്റൊക്കെ കാണാനായിട്ട് എല്ലാ ആൾക്കാരും പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ഈ കോക്ക് ടൊബെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാനിപ്പോൾ കേബിൾ കാറിലാണ് പോകാൻ പോകുന്നത്. എന്നിട്ട് സൺസെറ്റൊക്കെ ആസ്വദിക്കണം, അതാണ് നമ്മുടെ പ്ലാന്. അപ്പോൾ ഞാൻ എന്തായാലും കോക്ക് ടൊബെയുടെ ആ ഒരു സ്റ്റേഷൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ ഗൊണ്ടോല കയറിയിട്ട് കോക്ക് ടൊബെയിലേക്ക് പോകണം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. അവിടെ കണ്ടോ, ആ ഹോട്ടൽ കണ്ടോ, അതാണ് ഹോട്ടൽ കസാക്കിസ്ഥാൻ ഹോട്ടൽ എന്നറിയപ്പെടുന്ന ഒരു സംഭവമാണ്. വലിയൊരു ഹോട്ടലാണ്, 7 സ്റ്റാർ ഹോട്ടൽ. പണ്ട് തൊട്ടേ ഉള്ളൊരു സാധനം ഇപ്പം റിനോവേറ്റൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കോക്ക് ടൊബെ ഗൊണ്ടോല റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ വരുന്നത്. ആ ഒരു ഹോട്ടൽ കണ്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിത് കോക്ക് ടൊബെ എന്ന് പറയുന്ന ആ ഒരു ഗൊണ്ടോല റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതോ വലിയ പുള്ളിയുടെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. പാൻഫിലോബ് ആയിരിക്കും മോസ്റ്റ്ലി. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടല്ലേ, അതാണ് കോക്ക് ടൊബെ എന്ന് പറയുന്ന ആ ഒരു ഇത്. അവിടെ നിന്നാണ് നമുക്ക് ഗൊണ്ടോലയിൽ കയറിയിട്ട് ഈ ഒരു മൗണ്ടൈൻ്റെ മുകളിലേക്ക് പോകേണ്ടത്. കോക്ക് ടൊബെ. അങ്ങനെ കോക്ക് ടൊബെയുടെ എൻട്രൻസിലെത്തി അകത്തേക്ക് കയറട്ടെ. ഇപ്പോൾ ഗൊണ്ടോല റൈഡിൻ്റെ അവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോക്ക് ടൊബെ എന്ന് പറയുന്ന ഈ ഒരു മൗണ്ടൈൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് ഒരാൾക്ക് 6,000 ആണ്, 6,000 ടെങ്കയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഗൊണ്ടോല എങ്ങനെയാണ്, ഇതിനകത്ത് അങ്ങനെ ആൾക്കാർ വരുന്നു, കയറുന്നു, പോകുന്നു. സിമ്പിൾ പരിപാടി കണ്ടില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഗൊണ്ടോലയുടെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ദൂരെ അൽമാട്ടി TV ടവറൊക്കെ കാണാൻ പറ്റും. പിന്നെ അങ്ങ് ബാക്ക് എൻഡിലായിട്ട് കുറേ സ്നോ ക്യാപ്ഡ് മൗണ്ടൈൻസ് കാണാം. താഴെ കുറേ വീടുകൾ കാണാം. ഗൊണ്ടോല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൊണ്ടോലയിൽ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽമാട്ടി ടൗണിൻ്റെ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇവിടെ ബാക്കിൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അൽമാട്ടി ടൗൺ. ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, ദൂരെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്, പറന്ന് പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, പക്ഷേ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ആൻഡ് നമ്മളിത് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുക. അൽമാട്ടി TV ടവർ നമുക്കിത് അവിടെ കാണാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിലെത്തിയിട്ടോ. അങ്ങനെ നമ്മളിത് കോക്ക് ടൊബെയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അപ്സൈഡ് ഡൗൺ വീടുണ്ട്, വലിയൊരു റോളർ കോസ്റ്റർ ഉണ്ട്, കുറേയധികം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അൽമാട്ടി TV ടവർ ഉണ്ട്, അങ്ങനെ കുറച്ച് അലുക്കുലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതാണ് കോക്ക് ടൊബെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ടിപ്പിക്കൽ കസാക്കിസ്ഥാനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു പരുന്തിനെയൊക്കെ കൈ പിടിച്ചിട്ട് അവർ ഫോട്ടോയൊക്കെ എടുത്ത് തരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അതാണ് ആയിരിക്കുന്ന പരുന്ത്. വലിയൊരു പരുന്താണ്. അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. എത്ര രൂപയാണെന്ന് നോക്കണം. ഫോട്ടോ സോൺ ഈസ് പെയ്ഡ്. ഇവിടെ മറ്റേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പരിപാടി കൊണ്ടുവരും. നാട്ടിലെ ഗോഗോലാൻഡിലെ കണക്കുള്ള പരിപാടി കണ്ടില്ലേ, അതാണ് ഇവിടെ ചെയ്യുന്ന ഒരു സംഭവം. ഫുള്ള് അഡ്വഞ്ചർ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈനലി ഒരു ഐസ്ക്രീം കണ്ടല്ലേ, ഐസ്ക്രീം മേടിക്കണം. എന്താ മോനെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങ് ദൂരമായിട്ട് നമുക്ക് അൽമാട്ടി TV ടവർ കാണാനായിട്ട് പറ്റും. അത് സന്ദർശകർക്ക് പ്രവേശനമുള്ള ഒരു ഐറ്റം അല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അൽമാട്ടി TV ടവറിൻ്റെ മുകളിൽ നമുക്ക് കയറാനായിട്ട് പറ്റില്ല. ഇവിടെ നോക്കിയാൽ ഭിത്തിയിൽ കയറുന്ന സംഭവം കണ്ട. അത് ഇവിടെ ഒരു സൈക്ലോൺ, എന്തൊക്കെ കുറേ പരിപാടികളുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. സെറ്റ് അതെങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അൽമാട്ടി TV ടവറിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്.
ഇവിടെ നിന്നൊരു നല്ല അടിപൊളി വ്യൂ ഉണ്ട്. സൺസെറ്റ് കാണാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. ഈ ഒരു അൽമാട്ടി നഗരം ഫുള്ള് കാണാം. അതിൻ്റെ കൂട്ടത്തിൽ സൺസെറ്റും പൊളി. ഈ ഒരു ഏരിയയിൽ ഫുള്ള് നല്ല സ്നോ മൗണ്ടെയ്ൻസ് കാണാൻ പറ്റും കേട്ടോ. കണ്ട അവിടെ ഒരു മൗണ്ടെയിൻ ടോപ്പ് നമുക്ക് കാണാം. കണ്ട അടിപൊളി. അപ്പോൾ ഒക്ടോബറിൽ സൺസെറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സണ്ണ് ഇങ്ങനെ സെറ്റാകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ നല്ല ചുമന്നുള്ള സണ്ണ് നേരെ ഇരുട്ടി വരുന്നുണ്ട്. സമയം ഇപ്പം എത്ര മണിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിയാകുന്നു. 6 മണി സമയത്തുള്ള സൺസെറ്റ് കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഒക്ടോബറിൽ ആൾക്കാർ ആക്ച്വലി വരുന്നത്. ഈ ഒരു സൺസെറ്റൊക്കെ കണ്ട് ഒന്ന് എൻജോയ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലോക്കൽസും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഇതുപോലെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. 1-2 മലയാളികളെയൊക്കെ കണ്ടു. മലയാളികൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ എന്തായാലും ഒക്ടോബറിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഇത്രയാണ്. സൺസെറ്റ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ്. പിന്നെ ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് വിശ്രമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നൊന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോകുക, അതൊക്കെ തന്നെയുള്ളൂ. എന്നാൽ ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അൽമാട്ടിയിലെ മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാൻ വരെ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.